അസ്സലാമുഅലൈക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അവൽ വെച്ചിട്ട് ചെയ്യുന്ന ഒരു വടയാണ്. പുറമേ നല്ല മൊരിഞ്ഞിട്ട് ആകെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ 2 കപ്പ് അവലാണ് എടുക്കുന്നത്. 250 ml ഈ ഒരു കപ്പിൽ 2 കപ്പ് അവൽ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വെള്ള അവലാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ബ്രൗൺ കളറുള്ള അവൽ വേണമെങ്കിൽ എടുക്കാവുന്നതാണ്. ഇനി ഈ അവലിലേക്ക് ഒരു 3 കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അവലൊന്ന് കുതിർത്തിയിട്ടെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമ്മൾ ഈ വെള്ളത്തിൽ നിന്ന് കുതിരാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഒരുപാട് നേരം വെള്ളത്തിലിടരുത്. അപ്പോൾ ഇതൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവൽ നന്നായിട്ട് ഒന്ന് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഈ അവലിലെ വെള്ളം ചെറുതായിട്ട് കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഉണ്ടെന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. അരയ്ക്കുന്ന സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിരുന്നു കേട്ടോ. ഒരുപാട് വെള്ളം നമ്മളിതിൽ ഒഴിക്കരുത്. 1 ടീസ്പൂൺ വെള്ളം തന്നെ ധാരാളമാണ് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിത് അരച്ചെടുക്കുന്ന സമയത്ത് ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിൽ അങ്ങ് അരച്ചിട്ടെടുക്കരുത്. ചെറിയ ചെറിയ തരികൾ കിടക്കുന്ന രീതിയിൽ നമ്മളൊന്ന് അരച്ചിട്ടെടുക്കുക. അപ്പോൾ ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇതുപോലെ ബാക്കിയുള്ള അവലും കൂടെ കൈ കൊണ്ടൊന്ന് പിഴിഞ്ഞതിന് ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ അവലെല്ലാം ഞാനിതിവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ. ആദ്യം നമുക്ക് ഒരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം ലാസ്റ്റ് എല്ലാം കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമെങ്കിൽ നമുക്ക് വീണ്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് സവാളയാണ്. സവാള നമ്മൾ കുറച്ച് ഏറെ തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ സവാള ഇതുപോലെ ചെറിയതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സവാളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ഒരു 3 ചെറിയ പച്ചമുളക് അരിഞ്ഞെടുത്തതാണിത്. അപ്പോൾ ഇതും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടാതെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറിയതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് കറിവേപ്പിലയും നമുക്കിതുപോലെ ചെറിയതായിട്ടൊന്ന് അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് കുരുമുളകാണ്. ചെറിയ തരികളോട് കൂടിയിട്ട് പൊടിച്ചെടുത്ത കുരുമുളകാണിത്. അപ്പോൾ ഇതൊരു 1/4 ടീസ്പൂൺ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ തൈരാണ്. അപ്പോൾ ഈ തൈരും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് കൈവച്ച് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിതൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. മാവ് കുറച്ച് ലൂസ് ആയതുകൊണ്ട് തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് തന്നെ ഞാനിവിടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കുക കേട്ടോ. കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഒരുപാട് മാവ് ലൂസായിട്ട് പോവാതെ നമുക്ക് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി ഹോളിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു രീതിക്ക് വേണം നമ്മൾ മാവൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഇതിന് നമുക്ക് ഒരു 10 മിനിറ്റ് നേരത്തേക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അതിനുശേഷം നമുക്ക് എണ്ണയിലേക്ക് ഇട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ ഒരു ചട്ടിയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ അത്യാവശ്യം ചൂടായിട്ട് കിടക്കുകയാണ്. ഇനി നമുക്ക് സാധാരണ ഉഴുന്നുവടയ്ക്ക് ഷേപ്പാക്കി കൊടുക്കുന്ന പോലെ തന്നെ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ട് മാവിൽ നിന്ന് കുറച്ച് മാവെടുത്ത് കൈ കൊണ്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സെൻട്രലായിട്ടൊരു ഹോൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ തന്നെ ഷേപ്പാക്കിയിട്ട് നമുക്ക് ബാക്കിയുള്ളതെല്ലാം എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ ഈ ഒരു വട ഫ്രൈ ചെയ്യുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഉൾവശം നമുക്ക് നല്ലപോലെ തന്നെ വെന്തിട്ട് കിട്ടണം. അതുകൊണ്ട് നമ്മൾ തീ നന്നായിട്ട് കുറച്ചിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തീ കൂട്ടിയിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ അകം നമുക്ക് വെന്തിട്ട് കിട്ടത്തില്ല. അതുകൊണ്ട് തീ നന്നായിട്ട് തന്നെ കുറച്ചിട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. തിരിച്ച് മറിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു ഗോൾഡൻ കളറായി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റാവുന്നതാണ്. അപ്പോൾ ബാക്കിയുള്ള മാവും കൂടെ ഈ ഒരു ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ നടുക്കൊന്ന് ഹോൾ ഇട്ട് കൊടുക്കുക.
അപ്പോൾ ഇതിവിടെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയേക്കാം. അപ്പോൾ നമ്മുടെ അവലും കൊണ്ടുള്ള വട ഇവിടെ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വടയാണ് കേട്ടോ ഇത്. ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നിയും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലൊരു ടേസ്റ്റായി കഴിക്കാൻ. അപ്പോൾ ഇത് കണ്ടില്ലേ, പുറമേ നല്ല മൊരിഞ്ഞിട്ടാണ്, അകം അതുപോലെ സോഫ്റ്റും ആണ്. അപ്പോൾ അവൽ വെച്ചിട്ട് നിങ്ങളിങ്ങനെ ഒരു വട ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണ്. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിൽ ആ കാണുന്ന ബെൽ ഐക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ റെസിപ്പികളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് നല്ലൊരു വിഭവമായിട്ട് കാണാം.